നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2019 ഫെബ്രുവരി 17 കാസർഗോഡ് പെരിയ കല്യോട്ട് ഗ്രാമം ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ്. നാടിന്റെ പ്രിയപ്പെട്ടവരായ എന്തിനും ഏതിനും മുൻനിരയിലുണ്ടായിരുന്ന യുവാക്കളായ കൃപേഷിനെയും ശരത്ലാലിനെയും അവർക്ക് നഷ്ടമായത് ആ ദിവസം തന്നെയായിരുന്നു. CPM കൊലയാളി സംഘം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അരുംകൊലയിൽ കല്യോട്ടിന് നഷ്ടമായത് അവർക്കേറെ പ്രിയപ്പെട്ടവരായ 2 പേരെയായിരുന്നു. അതിന്റെ ദുഃഖം 6 വർഷത്തോളമായിട്ടും ഇപ്പോഴും അവരെ അലട്ടുകയാണ്. പെരിയ ഇരട്ടക്കൊലയ്ക്ക് പിന്നിലെ LDF നേതാക്കൾ അവിടം സന്ദർശിക്കാനെത്തിയപ്പോൾ നേതാക്കൾക്കെതിരെ അണപൊട്ടിയ ജനരോഷവും ആ നാടിന്റെ വേദനയുടെ തെളിവായിരുന്നു. കലാസാംസ്കാരിക പ്രവർത്തകരും നാടിന്റെ പ്രിയപ്പെട്ടവരുമായിരുന്നു കൃപേഷും ശരത്ലാലും. ചെണ്ടമേളമാണ് 2 പേരുടെയും പ്രിയപ്പെട്ട വിനോദം. മേളം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഇരുവരും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായിരുന്നു. 2019 ഫെബ്രുവരി 17 രാത്രി 7:30 കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം യോഗം കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങുകയായിരുന്നു ശരത്ലാലും കൃപേഷും. ഇതിനിടെയാണ് കൂരാങ്കര റോഡ് ജംഗ്ഷനിൽ വെച്ച് കൊലയാളി സംഘം ഇവരെ ആക്രമിച്ചത്. ബൈക്ക് തടഞ്ഞു നിർത്തിയ അക്രമി സംഘം കൃപേഷിനെയും ശരത്ലാലിനെയും അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൃപേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മംഗളൂരിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു ശരത്ലാൽ മരിച്ചത്. CBI വന്നതോടെ പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPMന്റെ ജില്ലാ നേതാക്കളിലേക്കടക്കം അന്വേഷണമെത്തി. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ കേസിലെ പ്രതികളായി. പെരിയ കല്യോട്ട് നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയും രാഷ്ട്രീയ കൊലപാതകവുമാണെന്നായിരുന്നു CBIയുടെ കുറ്റപത്രം. ശരത്ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് 10 പേർ ചേർന്നാണെന്നും കൊലയ്ക്ക് മുമ്പ് 2 കേന്ദ്രങ്ങളിലായി 3 തവണ ഗൂഢാലോചന നടത്തിയെന്നും CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഗൂഢാലോചനയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട്. കൊല നടന്നതിന് ശേഷം പ്രതികളെ ഒളിപ്പിക്കാനും മറ്റ് സഹായം നൽകാനും പാർട്ടി ലോക്കൽ ജില്ലാ നേതാക്കളെത്തി. 2019 ഫെബ്രുവരി 17 രാത്രി 7:36 കല്യോട്ട് ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടത്. ഫെബ്രുവരി 11 പെരിയയിലെ CITU കേന്ദ്രത്തിലെ ഗൂഢാലോചനയെന്നാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. 14 ഉച്ചയ്ക്ക് ഏച്ചിലടുക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും ഗൂഢാലോചന നടന്നു. കൊല നടത്തിയ ദിവസം വൈകിട്ട് CPM ഏച്ചിലടുക്കം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ യോഗം നടന്നിരുന്നു. ഇതിൽ ശരത്ലാലിന് പണി കൊടുക്കണമെന്ന രീതിയിൽ സംസാരമുണ്ടായി. വൈകിട്ട് 5:30 യോഗം അവസാനിച്ചു. തുടർന്ന് പീതാംബരനും കൊലയിൽ നേരിട്ട് പങ്കെടുത്ത മറ്റുള്ളവരും ഏച്ചിലടുക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തി. അന്ന് കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ട സ്വാഗത സംഘം ചേർന്ന ദിവസമായിരുന്നു. വോളണ്ടിയർ ആയിരുന്ന ശരത്ലാൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൃത്യം നിർവഹിക്കാൻ തീരുമാനിച്ചു. രഞ്ജിത്തിനെയും സുരേന്ദ്രനെയും റോഡ് ജംഗ്ഷനിൽ നിർത്തി. മറ്റുള്ളവർ ശരത്ലാൽ വരുന്ന വഴിയിൽ കൂരാരുങ്കര റോഡരികിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. ശരത്ലാലും കൃപേഷും അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൃപേഷാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. ഇരുവരും റോഡ് ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ സുരേന്ദ്രൻ പീതാംബരനെയും രഞ്ജിത്ത് ശ്രീരാഗിനെയും വിളിച്ച് വിവരം ധരിപ്പിച്ചു. 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K അനിൽകുമാർ, 7-ാം പ്രതി അശ്വിൻ എന്നിവർ ചേർന്ന് ശരത്ലാലിനെ വെട്ടി. ശരത്ലാൽ നിലത്ത് വീണപ്പോൾ അനിൽകുമാർ കൃപേഷിനെയും വെട്ടി. കൊലയ്ക്ക് ശേഷം 3 വാഹനങ്ങളിലായി പ്രതികൾ വെളുത്തോളി എത്തി. അപ്പോഴേക്കും അന്ന് CPM ഉദുമ ഏരിയ സെക്രട്ടറി എന്ന K മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, 12-ാം പ്രതി ആലക്കോട് മണി, CBI പ്രതിപട്ടികയിൽ ചേർത്ത ഗോപൻ വെളുത്തോളി, സന്ദീപ് വെളുത്തോളി എന്നിവർ സ്ഥലത്തെത്തി. പീതാംബരൻ ഉൾപ്പെടെ 4 പേരെ ചട്ടഞ്ചാലിലുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. മറ്റുള്ളവർ വെളുത്തോളിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ താമസിച്ചു. പിറ്റേന്ന് രാത്രി എല്ലാവരും വീണ്ടും വെളുത്തോളിയിൽ ഒരുമിച്ചപ്പോഴാണ് ബേക്കൽ പോലീസ് 2-ാം പ്രതി സജി C ജോർജിനെ പിടിക്കുന്നത്. മറ്റുള്ളവർ ഓടിക്കളഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി, K മണികണ്ഠൻ എന്നിവരെത്തി പോലീസ് ജീപ്പിലുണ്ടായിരുന്ന സജിയെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചുവെന്നും CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്.